മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി തോമസ് ഐസക്കിനും ED നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് നടപടി. ചട്ടം ലംഘിച്ചെന്നും വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തെന്നും ED കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇരുവർക്കും പുറമെ കിഫ്ബി CEO KM അബ്രഹാമിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 3 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഡൽഹി കേന്ദ്രമായുള്ള EDയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED സമർപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് തുടർ നടപടികൾ ആരംഭിച്ചത്. 2019 ഏപ്രിലാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 9.72% പലിശയിൽ മസാല ബോണ്ട് ഇറക്കിയത്. 2150 കോടി രൂപയാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ചത്. പ്രസ് വാട്ടർ കൂപ്പർ എന്ന വിവാദ കമ്പനിയാണ് ഇതിന്റെ ഇടനിലക്കാർ. പ്രസ് വാട്ടർ കൂപ്പറിന്റെ റോളിനെക്കുറിച്ചും പിണറായി വിജയൻ EDക്ക് മറുപടി നൽകേണ്ടി വരും. CEO ആണ് മസാല ബോണ്ടിലെ ക്രമക്കേടിനെക്കുറിച്ച് ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. തുടർന്നാണ് ED എത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് 8 തവണ തോമസ് ഐസക്കിനെ ED നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല.